പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ, മെയ് മാസ വണക്കത്തിൻ്റെ 23-ാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. അമ്മ തന്ന മാതൃകയെ, അമ്മ പറഞ്ഞ വാക്കുകളെ ധ്യാനിച്ച് അവയെ ജീവിതത്തിൽ മാതൃകയായി സ്വീകരിച്ച് മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്ന ദിവസങ്ങളാണല്ലോ ഇത്. നമുക്ക് നല്ലൊരു അമ്മയെ തന്നതിന്, നല്ല മാതൃക തരുന്നൊരു അമ്മയെ തന്നതിന്, നമുക്ക് ഉപദേശം തരുന്നൊരു അമ്മയെ തന്നതിന് സ്വർഗത്തെ നോക്കി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ദിനം ആരംഭിക്കാം. അമ്മ തരുന്ന മാതൃക അതെപ്പോഴും നന്മയുടെ, നല്ലതിൻ്റെ മാതൃകയാണ്. അമ്മമാരൊരിക്കലും മക്കളെ ദുർമാതൃക വഴി വഴിതെറ്റിക്കില്ലല്ലോ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 40-ാം വാക്യം ധ്യാനവാക്യമായി, മാതൃകാ വാക്യമായി നമുക്കെടുക്കാം. അവൾ സക്രിയായുടെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിലേക്ക് വലിയ ഒരു സന്ദേശം തരികയാണ്. നീ ആരെ കണ്ടാലും അവൻ വലിയവനെന്നോ ചെറിയവനെന്നോ, ഞാൻ വലിയവനാണ് ഞാൻ ചെറിയവനാണെന്ന് ചിന്തിക്കാതെ അഭിവാദനം ചെയ്യാൻ, അവൻ ആശീർവാദം കൊടുക്കാൻ, അവനെ അനുഗ്രഹിക്കാൻ നിനക്ക് കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട് എന്ന് സ്വജീവിതത്തിലൂടെ അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓർക്കേണ്ട കാര്യം, എലിസബത്തിന്റെ ഉദരത്തിലെ ശിശു അത് സ്നാവയോഗനാണ്. പരിശുദ്ധ അമ്മ വഹിക്കുന്ന പുത്രൻ അത് സ്വർഗത്തിന്റെ പുത്രനാണ്. സ്വാഭാവികമായിട്ടും മാനുഷികമായി നമുക്ക് ചിന്തിക്കാം, സ്വർഗത്തിന്റെ പുത്രനെ ലോകത്തിന്റെ പുത്രൻ ആരാധിക്കണ്ടേ? സ്വർഗത്തിന്റെ പുത്രനെ വഹിക്കുന്നവളെ ലോകത്തിന്റെ പുത്രനെ വഹിക്കുന്നവൾ സ്നേഹിക്കണ്ടേ, ആദരിക്കണ്ടേ? പക്ഷെ ഇവിടെ നടന്നത് നേരെ വിപരീതമാണ്. സ്വർഗത്തിന്റെ പുത്രനെ വഹിക്കുന്നവൾ ലോകത്തിന്റെ പുത്രനെ വഹിക്കുന്ന എലിസബത്തിനെ അഭിവാദനം ചെയ്തു. എന്താണ് ഇതിന്റെ അർത്ഥം? വലിപ്പ ചെറുപ്പം നോക്കാതെ, വലിയവനെന്നോ ചെറിയവനെന്നോ ചിന്തിക്കാതെ മറ്റുള്ളവനെ അഭിവാദനം ചെയ്യണം, മറ്റുള്ളവന് നീ ഒരു അനുഗ്രഹമായിട്ട് മാറണം, മറ്റുള്ളവനെ നീ ആശീർവദിക്കുന്നവനായിട്ട് തീരണമെന്ന് പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മ എന്താ ചെയ്തത്? നമ്മൾ സാധാരണ പറയാറുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളില് പരിശുദ്ധ അമ്മ പുത്രനോട് സമയമാകുന്നതിന് മുൻപേ അടയാളം കാണിക്കാൻ, അത്ഭുതം കാണിക്കാൻ ആവശ്യപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്, ധ്യാനിക്കാറുണ്ട്. പക്ഷെ ഞാൻ കരുതുകയാണ്, ഈ തിരുവചന ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 40-ാം വാക്യത്തിലൂടെ കടന്നു പോകുമ്പോൾ, തൻ്റെ ഉദരത്തിൽ വഹിക്കുന്ന ശിശുവിനോട് താൻ ചെയ്ത പ്രവൃത്തിയിലൂടെ ആ കുടുംബത്തെ അനുഗ്രഹിക്കാൻ, ആ കുടുംബത്തെ ആശീർവദിക്കാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധ അമ്മ എലിസബത്തിനെ അഭിവാദനം ചെയ്ത പ്രവൃത്തിയിലൂടെ പുത്രനായ ഈശോയോട് അവൾ പറയുകയാണ്, കുഞ്ഞെ, ഈശോയെ, നീ ഈ അമ്മയെ, ഈ അമ്മ ഉദരത്തിൽ വഹിക്കുന്നവനെ, ഈ അമ്മയുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണം. പ്രിയമുള്ളവരെ, ഇതൊരു വലിയൊരു തിരിച്ചറിവാണ്. പരിശുദ്ധ അമ്മ ചെയ്ത ഒരു പ്രവൃത്തി, അതിനെ അനുകരിക്കാൻ ഇന്ന് സ്വർഗം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അനുദിനം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മൾ പരിശുദ്ധ കുർബാന വഹിച്ചുകൊണ്ട് നാം പോകുന്ന വഴികളിലും കാണുന്ന വ്യക്തികളിലും ആയിരിക്കുന്ന സാഹചര്യങ്ങളിലും ഇതുപോലെ അനുഗ്രഹം കൊടുക്കാൻ, ആശീർവദിക്കാൻ, അഭിവാദനം ചെയ്യാൻ നമുക്ക് കടമയുണ്ട്, ഉത്തരവാദിത്വമുണ്ട് എന്ന്
പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുക. നാം ഒരുവന്റെ മുമ്പിൽ പോയി അവൻ ആശീർവാദം കൊടുക്കുമ്പോൾ, അവനെ അനുഗ്രഹിക്കുമ്പോൾ, അവനെ അഭിവാദനം ചെയ്യുമ്പോൾ അവനെ ആശീർവദിക്കുന്നത് ഞാനല്ല എന്നും എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ഈശോയാണ് എന്നും തിരിച്ചറിയാൻ നമുക്ക് പറ്റുമോ? പരിശുദ്ധ അമ്മ ഈ 23-ാം ദിനത്തിൽ നമ്മോട് പറയുകയാണ്, പരിശുദ്ധ അമ്മ ചെയ്ത പ്രവൃത്തി നിങ്ങളും ചെയ്യണം. ഞാൻ എൻ്റെ ഉദരത്തിൽ വഹിച്ച ഈശോയെയും കൊണ്ട് എലിസബത്തിന്റെ ഭവനത്തെ ഞാൻ അനുഗ്രഹിച്ചു. ഞാനല്ല അനുഗ്രഹിച്ചത്, പുത്രനായ ഈശോ അനുഗ്രഹിച്ചു. ഈശോയെയും കൊണ്ട് ആദ്യ ദിവ്യകാരുടെ പ്രദർശനം നടത്തിയവളാണ് പരിശുദ്ധ അമ്മ. അതേ അനുഭവം നമ്മോടും പ്രാവർത്തികമാക്കാൻ പരിശുദ്ധ അമ്മ പറയുകയാണ്. നിങ്ങൾ ദിവ്യകാരുടെ പ്രദർശനം നടത്തുക. നിങ്ങളുടെ ഉള്ളിൽ വഹിക്കുന്ന, നിങ്ങളുടെ ഹൃദയത്തിലായിരിക്കുന്ന ഈശോയെയും കൊണ്ട് ദിവ്യകാരന്റെ പ്രദർശനം നടത്തി കാണുന്നവരെയൊക്കെ അനുഗ്രഹിക്കാൻ ഈശോയോട് ആവശ്യപ്പെടുക. തീർച്ചയായിട്ടും അവൻ അവരെ അനുഗ്രഹിച്ചിരിക്കും. ആ ഒരു ബോധ്യത്തിന് വേണ്ടി, ആ ഒരു തിരിച്ചറിവിന് വേണ്ടി പരിശുദ്ധ അമ്മേ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ ഈശോയോട് അനുഗ്രഹിക്കാൻ ആവശ്യപ്പെടണമേ. ആമേൻ.